പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലഖദ് കറംനാ ബനീ ആദം സന്തതികളെ റബ്ബ് സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചിരിക്കുന്നു. ശരിക്കും ഇത് ഇങ്ങനെ കേട്ടുപോയാൽ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് നന്നായി മനസ്സിലാവൂല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം എന്റെ പ്രിയപ്പെട്ടവരെ. അതായത് പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലെ നമ്മൾ അറിയുന്ന ഒരു ചെറുപ്പക്കാരനെ ബഹുമാനിക്കുന്നതായും ആദരവ് നൽകുന്നതുമായി നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ ആ മനുഷ്യന്റെ വില എത്രയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെയാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. ആദം സന്തതികളെ, മനുഷ്യവംശത്തിനെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, മറിച്ച് ആരാണ്? സർവലോക പരിപാലകനായ അല്ലാഹു. സൂര്യനും ചന്ദ്രനും അവന്റേതാണ്. എല്ലാം എല്ലാം എല്ലാം, രാവും പകലും നമ്മളും എല്ലാം അല്ലാഹു ജല്ല ജലാലുഹുവിന്റേത് മാത്രമാണ്. അങ്ങനത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല, ജഗനിയന്താവായ അല്ലാഹു തആലയാണ് ഈ മനുഷ്യവംശത്തിനെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, അനന്തമായ സാധ്യതയുള്ള ഒരു ജീവിയാണ് മനുഷ്യനെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും പൊട്ടൻഷ്യൽ അല്ലാഹു തആല മനുഷ്യന് നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങളിലെ ആ അനന്തമായ സാധ്യതകളെ കണ്ടുപിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകൂ. ജീവിത വിജയം ഉറപ്പാണ്. അല്ലാഹു തആല എല്ലാ നെഗറ്റീവ് തോട്ട്സിൽ നാം ഏവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അനന്തമായ നിങ്ങളിലെ സാധ്യതകളെ നിങ്ങൾ കണ്ടുപിടിക്കൂ. അല്ലാഹു വിജയിപ്പിക്കട്ടെ.